Prasad, good morning. I will call you later. സഞ്ജു കഴിച്ചാലോ? ഇല്ല, എന്നെ ഒരു പാർട്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പിന്നെ കഴിച്ചു. രണ്ടെന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഞാൻ മറന്നു. സജി വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. സജിയെ ഞാൻ പിന്നെ കണ്ടോളാം. എന്തുവാ ഇങ്ങനെ പറ്റിയില്ല. Prasad, where is he? Did you contact him? Sir, I tried him, but his mobile is switched off. What is the exact amount he taken away? Sir, it is 100,125 KD. Is it correct? Yes. Prasad, how can we tackle this issue right now? Sir, at present, minimum 83,000 required. അതിൽ 55% employee salary, 3 months salary we didn't pay. പിന്നെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 25% it will go for that. What about our other project? So other project we cannot invoice because as per contract we have to complete the projects. What about the ODs? ODN facility, it is utilized. Bank is closed now because of this war situation. ഇനി ഏതെങ്കിലും ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടോ? സുരേഷ്, നിങ്ങൾ ഇതൊക്കെ നോക്കുന്നുണ്ടോ? സാർ, ഇന്നത്തെ ചെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലിയർ ആണ് സാർ. Sir, any personal help we can arrange? Personal help. Saji, what do you want? ചേട്ടാ, ഒരു പേഴ്സണൽ മാറ്റർ പറയാം. Personal matter discuss ചെയ്യാനുള്ള സ്ഥലമല്ല ഇത്. You may go right now. സോറി. സജി, നിന്റെ ചേട്ടൻ്റെ കമ്പനിയുടെ അവസ്ഥ വളരെ മോശമാണ്. ഏകദേശം ഒരു 3.5 കോടിയോളം പാർട്ണർ പറ്റിച്ചു പോയി. 2 ദിവസത്തിനുള്ളിൽ 2.5 കോടിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ കമ്പനി പോകും. ഹലോ സഞ്ജു, ഇതെവിടാ? എത്ര നേരമായിട്ട് വിളിക്കുന്നു? ലഞ്ച് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. മോൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. കാണണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ സഞ്ജു. കേക്ക് മുറിക്കാം നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. Birthday to you. Happy birthday to you. Happy Birthday to you. Prasad. Hey. Hi. Ipo. ഇല്ലേ, ഞാൻ ചോദിച്ചിട്ടില്ലേ? Okay, just wait. I just need to check. Hello. Good evening, Matthew. എൻ്റെ കമ്പനി അക്കൗണ്ടിലേക്ക് സാറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചധികം ഫണ്ട് തന്നെ ട്രാൻസ്ഫർ ആയി കണ്ടു. എന്ത് ബേസിലാണ്? Yes, Mr. Sanju. It is 83,000 KD. Yeah. Your brother Saji ഒന്നും പറഞ്ഞില്ലേ? അവന്റെ നാട്ടിലെ എയർപോർട്ടിന്റെ അടുത്തുള്ള 2.5 ഏക്കർ സ്ഥലം ഞാനാണ് വാങ്ങിയത്. ആ എമൗണ്ട് ഇന്ന് തന്നെ അർജന്റായിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞല്ലോ. That basis I transferred already. Is there any problem? No, sir. No. Thank you, sir. സുമി, ഞാൻ ചോദിച്ചതിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. എനിക്കൊന്നും പറയാനില്ല. ഒന്നാമത് നിങ്ങളുടെ ചേട്ടൻ നിങ്ങൾ ഒന്നും ഡിലേയില്ല. ഞാൻ എന്തായാലും ഇന്ന് മാത്യു സാറിനോട് അത് പ്രൊസീഡ് ചെയ്യാൻ പറയും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. നിങ്ങളുടെ കോപ്പെടുത്തി നിങ്ങളുടെ ചേട്ടൻ. നിന്നോട് ചോദിക്കാൻ വന്ന് എന്നെ വേണം പറയാം. ശരിയെന്നാ.